വെൽക്കം ബാക്ക് ടു കോഫി വിത്ത് സ്നേഹ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കർണാടകയിൽ ലാൻഡ് സ്ലൈഡിൽ മണ്ണിനടിയിൽ അകപ്പെട്ടിരിക്കുന്ന നമ്മുടെ അർജുൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് നമ്മുടെ അർജുന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മളെപ്പോഴും രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ ആദ്യം നമ്മൾ ഓർക്കുന്നത് ഇന്നെങ്കിലും അർജുന് ജീവനോടെ ലഭിച്ചു എന്നുള്ള ഒരു ഹാപ്പി ന്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അർജുൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പം ആ സമയത്താണ് ഞാൻ കർമ്മ ന്യൂസിൻ്റെ ഒരു വീഡിയോ കാണാനിടയായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കർമ്മ ന്യൂസ് വന്നിട്ട് നമ്മുടെ അർജുൻ്റെ അമ്മേനെക്കുറിച്ച് ഒരുപാട് മോശമായ രീതിയിലുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു അവസ്ഥയിലും ഇത്രയും മോശപ്പെട്ട ഈ ഒരു സിറ്റുവേഷനിലും അവരുടെ ഒരു പൊളിറ്റിക്സ് നോക്കി സംസാരിക്കുക എന്ന് പറയുന്നത് അതൊരു കർമ്മ ന്യൂസിന് മാത്രം പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കി നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തോന്നുന്നതെന്നുള്ളത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ആ വീഡിയോ കണ്ടു നോക്കാം. കർണാടകയിൽ ഉണ്ടായത് പ്രകൃതി ദുരന്തമാണ്. രക്ഷാപ്രവർത്തനത്തിന് ഇന്ത്യൻ ആർമിയെ രംഗത്തിറക്കുന്നത് അപകടം നടന്ന് 5 ദിവസങ്ങൾക്ക് ശേഷമാണ്. ഇപ്പോൾ കുറ്റമെല്ലാം ഇന്ത്യൻ ആർമിക്ക് എന്ന രീതിയിലായി പ്രചാരണം. കൂലിക്ക് ഗോഷ്ഠി കാണിക്കാൻ നടക്കുന്നവരാണ് പട്ടാളക്കാർ എന്നുവരെ അപകടത്തിൽപ്പെട്ട യുവാവിൻ്റെ കുടുംബം പറയുന്നു, അല്ലെങ്കിൽ പറഞ്ഞു പറയിക്കുന്നു. അത് വലിയ പ്രാധാന്യത്തോടെ മാപ്രകൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇത്രയും വലിയ ഒരു ദുരന്തം സ്വന്തം കുടുംബത്തിൽ ഉണ്ടായിട്ടും അതിലും രാഷ്ട്രീയ താല്പര്യം കുത്തിനിറക്കിയല്ലേ. ഈ സമയത്ത് ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ കഴിയുന്നു എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. എത്ര നീചമായാണ് രക്ഷാപ്രവർത്തനത്തിന് ഇപ്പോൾ രംഗത്തുള്ള ഇന്ത്യൻ ആർമിയെ അവർ കാണുന്നത് എന്ന് നോക്കൂ. വീഴ്ചകൾ ഉണ്ടായാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് അങ്ങേയറ്റം വിദ്വേഷ പ്രസ്താവനയാണ്. ഈ പ്രസ്താവന പെട്ടെന്നുണ്ടായ ഒരു മാനസിക സംഘർഷത്തിൽ നിന്ന് പറഞ്ഞതല്ല. കൃത്യമായി മുൻകൂട്ടി പഠിച്ച് പറഞ്ഞതാണ്, അല്ലെങ്കിൽ പറയിപ്പിച്ചതാണ് എന്നത് വ്യക്തമാണ്. പട്ടാളത്തെ പറഞ്ഞാൽ എന്താണ് തെറ്റ്? അവർക്ക് അവരുടെ മകനെ നഷ്ടപ്പെട്ടിട്ട് 8 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ അവർക്ക് യാതൊരു ഇൻഫർമേഷൻസും അവരുടെ മകനെ കുറിച്ച് ലഭിച്ചിട്ടില്ല. സോ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ എന്തൊക്കെ സംവിധാനങ്ങൾ കൊണ്ടു കൊടുത്താലും അതിനൊരു റിസൾട്ട് ഇല്ല എങ്കിൽ ഏതൊരു അമ്മയും ഇങ്ങനെ മാത്രമേ റിയാക്ട് ചെയ്യുള്ളൂ. സോ ഇത്തരം അവസരത്തിൽ ഇതിനെ ഒരു പൊളിറ്റിക്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് സംസാരിക്കാനായിട്ട് നിങ്ങളെപ്പോലെയുള്ള കർമ്മ ന്യൂസിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അവർക്ക് വലുത് പട്ടാളമല്ല, അവർക്ക് വലുത് അവരുടെ മകനാണ്. സോ പട്ടാളമല്ല, വേറെ എന്തൊരു സംവിധാനമാണെങ്കിലും അവർക്ക് റിസൾട്ട് ഇല്ലെങ്കിൽ അവർ അതിനെതിരെ കുറ്റം പറയുക തന്നെ ചെയ്യും. സോ ഒരു അമ്മയുടെ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കാതെ ഇങ്ങനെ പൊളിറ്റിക്സ് കലർത്തി സംസാരിക്കാനായിട്ട് കർമ്മ ന്യൂസിനെ പോലുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. 4 വർഷത്തെ സേവനം നടത്തുന്നവരാണ് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത് എന്ന് ആരാണ് പറഞ്ഞത്? കൂലിക്ക് ഗോഷ്ഠി കാണിക്കാൻ നടക്കുന്നവരാണ് ഇന്ത്യൻ പട്ടാളക്കാർ എന്നൊക്കെ ഒരു കാരണവുമില്ലാതെ പറയാൻ തക്ക എന്ത് വിരോധമാണ് ഈ കുടുംബത്തിന് ഇന്ത്യൻ ആർമിയോടുള്ളത് എന്ന് മനസ്സിലാകുന്നില്ല. നിനക്കൊന്നും മനസ്സിലാവില്ല എന്ത് വിരോധമാണെന്നുള്ളത്. അവരുടെ മകനെ ഇതുവരെ ലഭിച്ചിട്ടില്ല, അത് തന്നെയാണ് വിരോധം. സോ നിങ്ങളുടെയൊക്കെ വീട്ടിലാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു അവസ്ഥയിലും രാഷ്ട്രീയം കൊണ്ടുവരുമായിരുന്നോ? നാണമില്ലേ കർമ്മ ന്യൂസ് നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിലും രാഷ്ട്രീയം കൊണ്ടുവരാനായിട്ട്? എന്ത് ലാഭമാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നത്? അവരൊരിക്കൽ പത്രക്കാരോട് പറയുന്നു, ഇനി അവനെ ജീവനോടെ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷയൊന്നുമില്ലെന്ന്. ഏതെങ്കിലും അമ്മമാരങ്ങനെ പറയുമോ? ലോകം മുഴുവൻ നിങ്ങളുടെ മകൻ മരിച്ചുപോയി എന്ന് പറഞ്ഞാലും ഒരമ്മ എന്തായിരിക്കും പറയുന്നത്? ഇല്ല, എനിക്ക് ഉറപ്പുണ്ട് അവൻ തിരിച്ചു വരും, അമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് അവൻ തിരിച്ചു വരും എന്ന് നമ്മൾ കണ്ടിട്ടുള്ള അമ്മമാരൊക്കെ പറയുന്നത്. നമ്മൾ സിനിമയിലാണെങ്കിലും യഥാർത്ഥത്തിലാണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. പക്ഷെ ഇവിടെ ആ സ്ത്രീ പറയുന്നു അവൻ ഇനി ജീവനോട് തിരിച്ചു വരും എന്ന് അവരുടെ അടുത്ത് നിൽക്കുന്ന ആ പിതാവിൻ്റെ നിസ്സംഗത നോക്കുക. തികച്ചും നിസ്സഹായനാണെന്ന് അതിൽ നിന്ന് വ്യക്തമാണ്. പക്ഷേ ഇവർ ആ ഒരു ദുരന്ത സമയത്തും സ്വന്തം മകൻ ഇതുവരെ തിരിച്ചു വന്നില്ല, അറിയില്ല എവിടെയാണെന്ന്, ആ അവസ്ഥയിൽ പോലും രാഷ്ട്രീയമായിട്ടുള്ള പ്രസ്താവനയാണ്, പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് അവർ നടത്തുന്നത്. നിങ്ങൾ കണ്ടിട്ടുള്ള സിനിമയിലെ കബീർ പൊന്നമ്മയെ പോലെ ആവണം എല്ലാ അമ്മമാരും എന്ന് നിങ്ങൾ കരുതരുത്. എല്ലാവരും കബീർ പൊന്നമ്മയെ പോലെ ആവണമെന്ന് നിങ്ങൾ ഷാടി പിടിക്കരുത്. എല്ലാവരും അവരുടെ ഇമോഷൻസ് ഡിഫറെന്റ് രീതിയിലാണ് കാണിക്കുക. ഒരു മകൻ നഷ്ടപ്പെട്ട അമ്മയുടെ അടുത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു കാര്യം ചോദിക്കാനായിട്ട് കഴിയുന്നത്? നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആ അമ്മ കരയുകയാണെങ്കിൽ ആ അമ്മ നല്ലൊരു അമ്മയായി, കുറച്ച് ബോൾഡായി സംസാരിച്ചു കഴിഞ്ഞാൽ ആ അമ്മ ഏറ്റവും മോശപ്പെട്ട അമ്മയായി മാറുന്നത് എങ്ങനെയാണ്? സോ ഇത്രയും ദിവസമായ അമ്മ തന്റെ മകൻ ജീവനോടെ തിരിച്ചു വരും എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയത്തിലായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. സോ ഇത്രയും ദിവസം പിന്നിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു അമ്മ ആ ഒരു റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. സോ അതുകൊണ്ട് തന്നെ അവര് നെഗറ്റീവായി ഒന്ന് സംസാരിക്കുമ്പോൾ അതെങ്ങനെയാണ് അതിനെ നമുക്ക് മോശമായിട്ട് അല്ലെങ്കിൽ തെറ്റായിട്ട് പറയാനാവുക? ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല എന്ന് ഒരു നിമിഷം അവർ ചിന്തിച്ചു പോയിട്ടുണ്ടാവാം. സോ കാണുന്ന നമ്മളാണെങ്കിലും ഒരു നിമിഷം അങ്ങനെ ചിന്തിച്ചു പോകുന്നില്ലേ? സോ പിന്നെ എങ്ങനെയാണ് അവരെ
കുറ്റം പറയാനായിട്ട് കഴിയുക? മനുഷ്യത്വമുള്ള ആർക്കും ആ ഒരു അമ്മയുടെ വിഷമം മനസ്സിലാക്കാനായിട്ട് കഴിയും. അവർ കരയുന്നത് നിങ്ങളെ കാണിക്കേണ്ട ആവശ്യം എന്താണ്? അവർ കരഞ്ഞ് ആ ഒരു സിറ്റുവേഷനുമായിട്ട് പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സോ അത്രയും മനോധൈര്യത്തോടു കൂടി അവർ ഇരിക്കുമ്പോൾ അവർക്ക് വിഷമമില്ലാന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാനായിട്ട് കഴിയുക? നിങ്ങൾ കണ്ടു വളർന്നത് കവിയൂർ പൊന്നമ്മ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു അമ്മയെ മനസ്സിലാക്കാനായിട്ട് പറ്റാത്തത്. ഒരു മകൻ നഷ്ടപ്പെട്ട വേദനയിൽ ഓരോന്ന് വിളിച്ചു പറയുന്നതിൽ രാഷ്ട്രീയം കാണുന്ന കർമ്മ ന്യൂസിനോട് വെറും പുച്ഛം മാത്രം. സോ എത്രയും പെട്ടെന്ന് ജീവനോട് തന്നെ നമ്മുടെ അർജുനെ നമുക്ക് തിരിച്ചു കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.